ഇതൊന്ന് കേൾക്കേണ്ട കാര്യമോ? കല്ല് കയ്യിലുണ്ടോ? ഒന്ന് കാണിച്ചു. ഇതൊന്ന് കാണണം, ഞെട്ടിപ്പോവും കേട്ടാ. ഇത് പൊടിഞ്ഞു പോയ കല്ല, ബാക്കി കേൾക്കാം, എന്നിട്ട് പറയാം ഞാൻ. ഇതൊന്നും നിങ്ങളുടെ കൈ തരാം കേട്ടോ. ഇത് എങ്ങനെ പുറത്തു വന്നു നിങ്ങൾ തന്നെ ചോദിക്കണം. പറ. ബ്രദറെ, മെഡിക്കൽ സയൻസിനെ പോലെ അത്ഭുതപ്പെടുത്തി അസാധ്യമായ ഒരു കാര്യം കർത്താവ് സാധ്യമാക്കിയ ഒരു അത്ഭുത സാക്ഷിയാണ് ഈ കുടുംബത്തിൽ പറയാനുള്ളത്. ഈ ബ്രദറിന്റെ പേര് റിജു എന്നാണ്, സിസ്റ്ററിന്റെ പേര് രേണുക. കവടിയാർ എന്ന സ്ഥലത്തു നിന്ന് വരുന്നു. കഴിഞ്ഞ 3 ആഴ്ച മുമ്പേ ഈ ബ്രദർ യൂറിൻ പാസ് ചെയ്തപ്പോൾ ബ്ലഡ് പോയി, കൂടാതെ വല്ലാത്ത പെയിൻ ആയിരുന്നു. ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ എക്സ്റേയും സ്കാനും എടുത്തു. കിഡ്നിയിൽ സ്റ്റോൺ ഉണ്ട്, 4 എണ്ണം ഉണ്ടെന്നാണ് ഡോക്ടർമാർ പറഞ്ഞിരുന്നത്. 12 mm 4 mm ആയിരുന്നു അതിന്റെ സൈസ്. നിങ്ങൾക്ക് ഈ കല്ലിന്റെ വലിപ്പം കാണാമോ? ഇത് പൊടിഞ്ഞു പോയ ശേഷമുള്ള കല്ല. ഇവിടുന്ന് കാണാം, അവിടുന്ന് കാണാം. ഇതൊരു ഇച്ചിരി വലിപ്പമാണ്, കുറച്ച് വലിയ കക്ഷിയാണ്. ഇതെങ്ങനെ യൂറിലൂടെ പുറത്തു വന്നു എന്ന് മാത്രമേ എനിക്ക് പിടികിട്ടാതുള്ളൂ. ഇറ്റ്സ് അൺഇമാജിനബിൾ തിങ്. ഇത്രയും വലിയൊരു സാധനം പുറത്ത് വരത്തില്ല. അത് ആ യൂറിൻ ട്യൂബിലൂടെ പുറത്ത് വരത്തില്ല. ഇതിനൊക്കെ വലുതായിരുന്നു, പൊടിഞ്ഞു പോയെന്നാ പറയുന്നേ. നിങ്ങളൊന്ന് അനങ്ങാതിരിക്കുന്നേ. ഭയങ്കരമാട്ടോ, ഭയങ്കരമാണ്. കർത്താവിന് എന്തും ചെയ്യാം. അടുത്തിരിക്കുന്നവരുടെ കൈ കൊടുത്തിട്ട് പറഞ്ഞ് എന്തും ചെയ്യാം കർത്താവിനെന്ന് പറഞ്ഞേ. അതിനുശേഷം ഡോക്ടർ ഒരാഴ്ചത്തേക്ക് പെയിൻ കില്ലർ കൊടുത്ത് വീട്ടിലേക്ക് പറഞ്ഞയച്ചു. ഒരാഴ്ച പെയിൻ കില്ലർ കഴിച്ചതിന് ശേഷം അനസ്തേഷ്യ ഡോക്ടറിനെ കാണിച്ച് സർജറിക്ക് ഡേറ്റ് ഫിക്സ് ചെയ്യാന്ന് പറഞ്ഞു. അതിനുശേഷം വീട്ടിൽ സർജറി കൂടാതെ ഇത് മാറില്ല എന്ന് തന്നെയാണ് ഡോക്ടർ പറഞ്ഞു. സർജറി വേണമെന്ന്. കാരണം 12 mm ഉണ്ട്, 4 mm ഉണ്ട്. 2 സ്റ്റോൺ മാറണമെങ്കിൽ സർജറി ഉണ്ടായേ ഒക്കത്തുള്ളൂ. ഉറപ്പിച്ച് പറഞ്ഞു. അനസ്തേഷ്യ ഡോക്ടർ വന്നിട്ട് കാര്യം തീരുമാനിക്കാം, ഡേറ്റ് തീരുമാനിക്കാം. ഓക്കെ, ഡൺ. അതിനുശേഷം വീട്ടിൽ വന്നു. 2 ദിവസം വരെ ബ്രദർ സോളിഡ് ആയിട്ടുള്ള ഫുഡാണ് കഴിച്ചിരുന്നത്. 2 നേരം കഴിക്കേണ്ട ഡോസ് പെയിൻ കാരണം 4 നേരമായിട്ടാണ് ബ്രദർ കഴിച്ചിരുന്നത്. 3-ാമത്തെ ദിവസം തുടങ്ങി ബ്രദറിന് വോമിറ്റിംഗ് ടെൻഡൻസി തുടങ്ങി. ആഹാരമൊന്നും കഴിക്കാൻ പറ്റത്തില്ല, കരിക്കും വെള്ളമാണ് കുടിച്ചുകൊണ്ടിരുന്നത്. ആ സമയം സിസ്റ്റർ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് കരിക്കും വെള്ളം കൊടുത്തു. അങ്ങനെ വോമിറ്റിംഗ് ടെൻഡൻസി മാറി. അതിനുശേഷം ചർച്ചിൽ വന്നു, ബ്രദറിനെ കണ്ട് പ്രാർത്ഥിച്ചു. അതിനുശേഷം നെക്സ്റ്റ് ഡോക്ടറിനെ കാണേണ്ട ദിവസം വന്നു. അന്ന് പോയപ്പോൾ വീണ്ടും സ്കാനും CT എടുത്തു, പൊസിഷൻ അറിയാൻ വേണ്ടി. അങ്ങനെ എടുത്തപ്പോൾ ആദ്യം ഇരുന്ന പൊസിഷനിൽ നിന്ന് ചെറുതായി അത് ബ്ലാഡറിൽ എത്തി എന്ന് ഡോക്ടർ പറഞ്ഞു. അതിനുശേഷം വീട്ടിൽ വന്നു. ബ്രദർ ഇതുവരെ അന്യഭാഷയെക്കുറിച്ച് ഒന്നും അറിയത്തില്ലായിരുന്നു. എന്നാൽ അന്നത്തെ ദിവസം നമ്മുടെ ഗൂഗിൾ മീറ്റ് പ്ലാറ്റ്ഫോമിൽ ബ്രദർ പങ്കെടുത്ത സമയത്ത് ബ്രദറിന് ഒരു പെയിൻ അനുഭവപ്പെട്ടു എന്നാണ് പറയുന്നത്. അതിന്റെ ഇടയിൽ അത്ഭുതം നടക്കുക. അന്യഭാഷ പ്രാർത്ഥിക്കാൻ കേട്ട് കൂടിയിരുന്നതാ. അടിപൊളി. പെയിൻ അനുഭവപ്പെട്ടു. അതിനുശേഷം വാഷ്റൂമിൽ പോയി യൂറിൻ പാസ് ചെയ്തപ്പോൾ ആ ബ്ലാഡറിൽ ഉണ്ടായിരുന്ന കല്ല് പൂർണ്ണമായി പുറത്തു പോയി എന്നാണ് പറയുന്നത്. വണ്ടർഫുൾ ജീസസ്. കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കാം. സന്തോഷത്തോടെ പോയത്.